ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആർക്കും സമയം വെറുതെ കളയാനില്ല. അതായത് ഒരു 80 വയസ്സ് വരെയാണല്ലോ നമുക്ക് ആയുസ്സുള്ളത് പരമാവധി. അതിനൊക്കെ ചിലപ്പോൾ ശരാശരി ആയുസാണ് പറഞ്ഞു 70 അല്ലെങ്കിൽ 80 ബിറ്റ്വീൻ. ഇതിനിടയ്ക്ക് മനുഷ്യൻ മിക്കവാറുള്ളത് എല്ലാവരും തന്നെ മരിച്ചു പോകും. അപ്പോൾ അതിൽ പകുതി സമയം നമ്മൾ എന്ത് ചെയ്യുന്നു, ഉറങ്ങിക്കളയുന്നുണ്ട് അല്ലേ? വിശ്രമത്തിന് വേണ്ടി രാത്രി ഉറങ്ങുന്നതിന് വേണ്ടി സമയമുണ്ട്. അപ്പോൾ 29,600 80 വെച്ച് കൂട്ടിയാൽ തന്നെ 29,600. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഏകദേശം 14,000 സംതിങ്ങേ വരുള്ളൂ അല്ലേ? അപ്പോൾ ഈ സമയമാണ് നമുക്കുള്ളത്. അത്രയും ദിവസങ്ങളേ ഉള്ളൂ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ. ഞാൻ ഈ കാര്യം പറയുന്നതിലാണെന്നറിയോ, അതായത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത്. നമ്മുടെ ഇപ്പോൾ ഈ മൊബൈൽ ഫോണും അതുപോലെ തന്നെ മറ്റ് നവമാധ്യമങ്ങൾ, അതുപോലുള്ളത് TV, മൊബൈൽ ഫോണ്, അതുപോലുള്ള എന്ത് ആയിക്കോട്ടെ, അതിൽ എന്തോ ഒരു സമയം നമ്മൾ ചിലവഴിക്കുന്നുണ്ട്, എത്രയോ സമയം വെറുതെ കളയുന്നുണ്ട്. അപ്പോൾ അതിലധികം ആളുകൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിന് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയായിരിക്കും. ഇപ്പോൾ ഒരുപക്ഷെ ജീവിത സമ്മർദ്ദങ്ങളോ മറ്റേതൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും കോമഡി പരിപാടികൾ, അതല്ലെങ്കിൽ സിനിമ പറഞ്ഞിട്ട് സംഗതികൾ കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിലയേറിയ സമയങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റനവധി കാര്യങ്ങളുണ്ട്. അതിൽ ഉള്ള സമയമാണ് ഇതെല്ലാം ഇതിനുവേണ്ടി ഇങ്ങനെ വെറുതെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഫോൺ ആളുകൾ ഇപ്പോൾ സ്വതന്ത്രമാകുന്നില്ല. അപ്പോൾ അത് ഓക്കെ, അതങ്ങനെ ഇരിക്കട്ടെ. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് മാറ്റാനല്ല ഞാൻ പറഞ്ഞു. ഉപയോഗിച്ചോ, കുഴപ്പമില്ല, നിങ്ങളിപ്പോൾ പോകുന്ന പോലെ പൊക്കോ. പക്ഷേ അതിൽ എന്ത് നിങ്ങൾ കാണുന്നുണ്ടെന്നുള്ള തിരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇപ്പോൾ വെറുതെ യാതൊരു പ്രയോജനമില്ലാത്ത ചില സംഗതികൾ കാണുന്നുണ്ട്. സീരിയലുകൾ, സിനിമകൾ അല്ലേ, അങ്ങനെയുള്ള സംഗതികൾ. അത് യാഥാർത്ഥ്യമായിട്ട് എന്തെങ്കിലും പൊരുത്തുള്ള സംഗതിയാണോ? ചിന്തിച്ചു നോക്കി അല്ലേ? സിനിമയിൽ കാണുന്ന കാര്യങ്ങൾ ജീവിതമായിട്ട് ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റുമോ? ഒരു തരത്തിലും ബന്ധപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളില്ല. അത് യാഥാർത്ഥ്യമല്ല. ആണോ? ചിന്തിച്ചു നോക്കിയേ. പോലീസിനെ തല്ലുന്നവർ, നിയമത്തെ കയ്യിലെടുക്കുന്നവർ, കൊലപാതക അക്രമം, ഇങ്ങനെയുള്ള സംഗതികൾ അല്ലേ, ബാങ്ക് കവർച്ചകൾ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അല്ലേ കാണുന്ന സിനിമയിലൂടെ അതിവിദഗ്ധമായിട്ട് അല്ലേ? ഇനി നായകൻ ചിലപ്പോൾ ഒരു മറ്റുള്ളവരെ ഇടിക്കുമ്പോൾ അവൻ കിലോമീറ്ററുകൾ അകലെ തെറിച്ചു പോകാൻ കഴിയുന്ന വിധത്തിൽ അന്തരീക്ഷങ്ങളെ പറക്കുക ചെയ്യുന്നത്. ഒരു മനുഷ്യൻ്റെ ഇടിക്ക് അത്രയും ശക്തിയോ കഴിവോ ഉണ്ടോ? ചിന്തിച്ചു നോക്കി. അതല്ല, ഇനി അവർ ചിലപ്പോൾ ഇടിച്ച് തെറിപ്പിക്കുന്ന വ്യക്തികൾ ഭിത്തിയെ ഇടിച്ച് ഭിത്തിയും മറിച്ച്, ചിലപ്പോൾ ഓട്ടോറിക്ഷ ആണെങ്കിൽ ഓട്ടോറിക്ഷ മറിച്ച് അപ്പുറം കിടക്കുന്ന ആ വിധത്തിലുള്ള ശക്തിയുള്ള ഇടിയും കാര്യങ്ങളും ഉണ്ടോ? സാധിക്കണത്. അപ്പോൾ ഇത് യാഥാർത്ഥ്യമല്ല. പക്ഷേ നമ്മളുടെ മൈൻഡ് അതിലേക്ക് മുഴുകിപ്പോയി അത് അങ്ങനെയാണ്, അത് യാഥാർത്ഥ്യമാണെന്ന് ചിന്തിക്കാൻ തക്കണം പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് സംഗതി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള മിഥ്യാധാരണകളിലൂടെ മുന്നോട്ട് പോയി വിലയേറിയ സമയം നഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ? പകരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളിലേക്ക് തിരിയാൻ പാടില്ല. ഇപ്പോൾ സഫാരി ചാനൽ പോലുള്ള ചാനലുകളിൽ നമ്മൾ പോയിട്ടില്ലാത്ത എത്രയോ രാജ്യങ്ങളെയാണ് അദ്ദേഹം എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുന്നത്. അവിടുത്തെ കൾച്ചറുകൾ, അവിടുത്തെ അതുപോലെ തന്നെ അവിടുത്തെ മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സീനുകൾ അല്ലേ, അതുപോലെ തന്നെ അവരുടെ ഭക്ഷണക്രമം, ജീവിത രീതി, ഇതെല്ലാം നന്നായിട്ട് തന്നെ അദ്ദേഹം കവർ ചെയ്യുന്നുണ്ട്. അത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും പ്രയോജനം ചെയ്യത്തില്ലേ? വേറെ എന്തോരം കാര്യങ്ങളുണ്ട് അല്ലേ? അതുപോലെ വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഒത്തിരി ആളുകൾ, ബ്ലോഗർമാർ ഈ ട്രാവൽ വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ അതിനൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുക ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും പ്രയോജനം ചെയ്യില്ലത്. അതല്ലെങ്കിൽ അത്ര അറിവ് ലോകത്തെക്കുറിച്ച് നമുക്ക് നേടാൻ കൊണ്ട് സാധിക്കില്ലേ? ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ TV-യിലോ അതല്ലെങ്കിൽ ഫോണിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ചിലവഴിക്കുന്ന സമയം വെർത്തുഫുള്ളായെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമല്ലേ? ചിന്തിച്ചു നോക്കി. അപ്പോൾ അതുകൊണ്ട് അതിനാണ് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. വെറുതെ നമ്മൾ കുത്തിപ്പിടിച്ചിരുന്ന സീരിയലുകളോ അല്ലെങ്കിൽ സിനിമകളോ അതല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചില റീലുകളോ കണ്ടിട്ട് എന്ത് പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ കിട്ടാനാണ്? ചിന്തിച്ചു നോക്കി. വിജ്ഞാനപ്രദമായിട്ട് എന്തൊരു വിവരങ്ങളുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ആയിരിക്കുന്ന പ്രൊഫഷനോട് ബന്ധപ്പെട്ട് എത്ര അനവധി വീഡിയോകളുണ്ടാവും. നിങ്ങളൊരു കൃഷിക്കാരനാണെങ്കിൽ കൃഷിയോട് ബന്ധപ്പെട്ട് എത്രയധികം വീഡിയോകളുണ്ടാവും. ചിന്തിച്ചു നോക്കിയേ. അതല്ല, നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ബിസിനസ് മെച്ചപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഒട്ടനവധി കാര്യങ്ങൾ, അതിൻ്റെ വശങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അല്ലേ? നിങ്ങൾ കുക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നല്ല കുക്കിംഗ് ടാലൻറ്റുകൾ വികസിപ്പിച്ചെടുക്കാൻ തക്കുന്ന ആവശ്യമായിട്ടുള്ള കുക്കറി ഷോകൾ, കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ബെനഫിഷ്യലാണ്. അത് നമുക്ക് പ്രയോജനം ചെയ്യും. മറിച്ച് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവും പൊരുത്തവും ഇല്ലാത്ത മിഥ്യാധാരണകളിലൂടെ നമ്മൾ പോയി നമ്മുടെ സമയം ചെലവഴിച്ച് വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞ പോലെ 14,000 സംതിങ് ദിവസങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളൂ. അതിൽ ഈ TV ഇങ്ങനെ പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ കണ്ട് എത്രയോ സമയങ്ങൾ ചെലവഴിക്കുന്നു വെറുതെ, ഒരു പ്രയോജനമില്ലാതെ. അപ്പോൾ അങ്ങനെ നമുക്ക് നേടാൻ കഴിയുന്ന സംഗതികൾ, അറിവ് നേടാൻ കഴിയുന്ന ആ സമയങ്ങൾ അതിന് ആ കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കുക. വ്യർത്ഥമായിട്ടുള്ള നിരർത്ഥകരമായിട്ടുള്ള ഈ കാര്യങ്ങൾ ചെയ്ത് വെറുതെ സമയം കളഞ്ഞാൽ നമ്മുടെ ജീവിതം പാഴാക്കി കളഞ്ഞിട്ട് കാര്യമില്ല. നഷ്ടപ്പെട്ടു പോയ സമയം ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ തിരിച്ചു കിട്ടില്ല. അതാണ് സംഗതി. നഷ്ടപ്പെട്ട് തന്നെയാണ്. രണ്ടാമത് തിരിച്ചു പിടിക്കാൻ കഴിയുന്നൊരു സംഗതിയാണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ ഓർക്കാമായിരുന്നു.
ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന സമയങ്ങളിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്തതാണ്. ആ ഒരു തിരിച്ചറിവുള്ളത് എല്ലായ്പ്പോഴും നമുക്ക് നല്ലതായിരിക്കും. പരമാവധി നമ്മുടെ ജീവിതത്തിൽ സമയം വെറുതെ പാഴാക്കാതെ അത് പ്രയോജനപ്രദമായ കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുക. ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയം നിങ്ങൾ പറയും, പക്ഷേ വെറുതെ ഇരിക്കുന്ന സമയം നിങ്ങൾ തലച്ചോറിൽ നല്ല കാര്യങ്ങൾ ഫീഡ് ചെയ്യാൻ പാടില്ലേ? നിങ്ങൾക്ക് പിന്നെ ഭാവിയിൽ എപ്പോഴും പ്രയോജനം ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരിയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, ചിന്തിക്കാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങളാണ് ഞാൻ പ്രദാനം ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയം എടുക്കണം. അതുവരെ ഗുഡ് ബൈ.